ഹലോ ഹലോ. ആ ഹലോ, മറ്റേ ചെണ്ടമേളത്തിന്റെ ആൾക്കാരല്ലേ? ഓ അതെ സാർ. നാളെ ഞങ്ങൾ അമ്പലത്തിലാണ് നിങ്ങളുടെ പരിപാടി ബുക്ക് ചെയ്തേക്കുന്നത്. ഓ അറിയാം. നിങ്ങൾ 20 പേര് വരുന്നല്ലേ പറഞ്ഞത്? ഓ പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് അറിയാൻ പറ്റി നിങ്ങളുടെ ടീമിൽ ആകെ 18 പേരുള്ളതാ. പിന്നെ ഒരു കാര്യം പറയാം, 20 പേരില്ലാതെ പരിപാടി സ്ഥലത്ത് വന്നാ നിങ്ങളെ ചെണ്ടയുടെ കൂടെ നിങ്ങളെ കൂടെ പാക്ക് ചെയ്ത് നിങ്ങൾ വല്ല കാട്ടിലും കൊണ്ടുപോയി കളയും. പറഞ്ഞോ കേട്ടല്ലോ. എന്റെ ദൈവമേ, നാളെ പരിപാടിക്ക് 20 പെണ്ണുങ്ങളെ കൊണ്ടുപോയില്ലെങ്കിൽ അവന്മാര് നാളെ പരിപാടി സ്ഥലത്ത് ചെല്ലണ്ടെന്നാ പറഞ്ഞിരിക്കണേ. കണ്ട ഇത് കേട്ടപ്പോ നീയും പേടിച്ച് വരച്ചില്ലേ? ഓ ഇത് ആവേറല്ലേ, ഇത് രണ്ടെണ്ണം അടിച്ചാ മാറിക്കോളൂ. അല്ല ഇത് രണ്ടടി ഈ ചെണ്ടവിടെ അടിച്ചാ മാറിക്കോളൂ എന്ന് പറഞ്ഞതാ. എന്റെ ദൈവമേ, എന്താന്ന് 19 പെണ്ണുങ്ങളെ ആയിട്ടുള്ളൂ. 20 പെണ്ണുങ്ങള് വേണം. ചിഞ്ചിലം കൊട്ടുന്ന പെണ്ണ് എങ്ങോട്ടോ പോയിടി. ചിഞ്ചിലം കൊട്ടുന്ന പെണ്ണിന് മര്യാദക്ക് കാശ് കൊടുത്തേച്ചെങ്കിൽ ആ പെങ്കൊച്ചി ഇവിടെ നിൽക്കൂലാ, പോകുമായിരുന്നാ? എടി, ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും പരിപാടി സ്ഥലത്ത് നിന്ന് കമ്മിറ്റിക്കാർ നമുക്ക് പൈസ തന്ന ചരിത്രം ഉണ്ടാ? ദൈവമേ, വണ്ടിയും പിടിച്ച് ഉയരും കൊണ്ട് പോണ പാടി എനിക്കറിയാം. പിന്നൊരു കാര്യം കൂടെ പറയാം, ചെണ്ടമേളത്തിന്റെ കൂടെ കൈകൊട്ടിക്കളിയും കൂടെ തുടങ്ങിയാലോ എന്നൊരു ആലോചനയുണ്ട്. ആ അടിപൊളി. നിങ്ങളല്ലേ പഠിപ്പിക്കണ കൈകൊട്ടിക്കളി? എന്നാ പിന്നെ അത് കൈവിട്ട കളിയായിരിക്കും, വേറെ പണിയൊന്നുമില്ല. ആ ചാട്ടി കുറെ നേരം കൊണ്ട് നീ എന്നെ ആ ചാട്ടി കൂച്ചാട്ടി എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. എന്നെ മേലെ അങ്ങനെ വിളിച്ചു പോരുത്. പിന്നെ ഞാൻ എന്തെന്ന് വിളിക്കണം ആ ചാട്ടി എന്നല്ലാണ്ട്? നീ അതും പറഞ്ഞോണ്ട് എനിക്ക് അത് ചിഞ്ചിലം വായിക്കുന്ന ഏതെങ്കിലും പിമ്പിളെ ഒപ്പിക്കാൻ നോക്ക്. എനിക്കറിയാ ഇത് അവസാനം അല്ലെങ്കിൽ എന്റെ തലയിൽ തന്നെ വരുമെന്ന്. ഞാൻ അപ്പുറത്തെ സമിതിയിൽ കളിക്കണ എന്റെ ഒരു കൂട്ടുകാരി ഉണ്ട്, ഹൃദയകുമാരി. അവളെ വിളിച്ചിട്ടുണ്ട്, അവൾ ഇന്നിങ്ങോട്ട് വരും. എന്നാ പിന്നെ നീ അതിനെ ഇങ്ങോട്ട് വിളിക്കുക. ഹൃദയകുമാരി അവളെ അങ്ങനെ വെറുതെ വിളിച്ചാലൊന്നും വരികയൊന്നുമില്ല. അവളെ വിളിക്കണമെങ്കിൽ ചെണ്ടപ്പുറത്ത് കോലിട്ട് ഇപ്പടപെടേന്ന് പറഞ്ഞ് കൊട്ടണം. ആ കൊട്ട് കേട്ട അവള് വരും. ആ ചെണ്ട എടുത്തോ, പിന്നെ കൊട്ടടി. ഞാൻ ചിഞ്ചിലം ഹൃദയകുമാരി. ഞാൻ 2 പ്രോഗ്രാം കളഞ്ഞിട്ടാ നിങ്ങളുടെ ഈ പരിപാടിക്ക് വന്നേക്കുന്നേ. ഞങ്ങൾക്കും ഇന്ന് ഡബിൾ ആയിരുന്നു കേട്ടോ. ഞാനതങ്ങ് ക്യാൻസൽ ചെയ്തു. എന്നും പരിപാടിയല്ലേ, റെസ്റ്റ് വേണ്ടേ? പോയാ 2 പരിപാടി കിട്ടിയാ പൊതുവെ തല്ലും. ഒന്നുമില്ല. ഇതാണ് ഞങ്ങളുടെ ആശാട്ടി ശബ്ദലക്ഷ്മി. ശബ്ദലക്ഷ്മി എന്നൊക്കെ ഒരു പേരാണോ? പിന്നെ അച്ഛന്റെ നേരെ ശബ്ദം ഉയർത്തണോളൂ. പിന്നെ ശബ്ദലക്ഷ്മി എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും പേരിട്ടോ? ശാന്തം ചെണ്ട യൂണിവേഴ്സിറ്റി, സാധാരണ ചെമ്പൈ യൂണിവേഴ്സിറ്റി എന്നല്ലേ? ചെമ്പൈ എന്ന് പറഞ്ഞാൽ പാട്ട്, ചെണ്ടൈ എന്ന് പറഞ്ഞാൽ കൊട്ട്. അതുകൊണ്ടാണ് ചെണ്ടൈ യൂണിവേഴ്സിറ്റി. പ്ലിക്തം നമ്പറോ? എന്തോ പ്ലിക്തം നമ്പർ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നേ. ഹൃദയം, ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അംഗീകാരമുള്ള സ്ഥാപനമാണ്. അവിടെ ഈ പ്ലിക്തം നമ്പർ വേണം. സാധാരണ ക്ലിപ്തം നമ്പർ എന്നല്ലേ? ഹൃദയത്തിന്റെ സ്ഥലം എവിടാ? ചെർപ്പളശ്ശേരി. അവിടെ ക്ലിപ്തം, നമ്മുടെ ഇവിടെ പ്ലിപ്തം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ പരിപാടിക്ക് പോകുമ്പോ ഒരുപാട് ചെറുപ്പക്കാരന്മാര് വരും. നിന്റെയൊക്കെ ഫോട്ടോ എടുക്കും, ഫോൺ നമ്പർ ചോദിക്കും. ഒരൊറ്റ എണ്ണ നിന്റെയൊക്കെ നമ്പർ കൊടുക്കണമായിട്ട് ഞാൻ അറിയരുത്. പിന്നെ എന്റെ നമ്പർ കൊടുക്കോ? ഞാൻ നശിച്ചാലും നീ നശിക്കണം, ഞാൻ കാണാൻ സമ്മതിക്കൂലടി. കാര്യങ്ങളൊക്കെ പറയട്ടാ, ഇത് എന്റെ ശിഷ്യ. ഇവള് എന്തെല്ലാം MH, MBH, NH കല്യാണം കഴിച്ചതാണാ? പിന്നെ ഭർത്താവ് പുറത്താ. പുറത്തെന്ന് പറയുമ്പോ ദുബായില്ല. എന്റെ സ്വഭാവ ദൂഷ്യം കാരണം ഞാൻ അടിച്ചങ്ങ് പുറത്താക്കി. ദമാമിലാന്ന് പറഞ്ഞതാ. ഓ, പിന്നെ നമ്മൾ ഇവിടെ റിഹേഴ്സൽ ചെയ്യുമ്പം വളരെ സൈലന്റ് ആയിരിക്കണം. ഓ, ചെണ്ട കൊട്ടുന്നത് സൈലന്റ് ആയിട്ട്? പിന്നെ ഈ നാട്ടിലൊക്കെ ആളുകൾ ജീവിക്കല്ലേ, ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടുണ്ടോ? അതുണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ചെണ്ട പാതിരാത്രി 2:30 3 മണിക്കും എല്ലാരും ഉറങ്ങുമ്പോ വേണം എഴുതിരുന്ന് കൊട്ടാൻ. മനസ്സിലായോ? മനസ്സിലായി. നമുക്ക് എങ്ങോട്ട് റിഹേഴ്സൽ അങ്ങോട്ട് തുടങ്ങാം. മറ്റേ ചിങ്കാരിമേളം എങ്ങനെയാന്ന്, അതെങ്ങനെയാണോ ഒന്ന് പഠിപ്പിച്ചു തരുമോ? ഞാനൊരു കാര്യം പറയാം, അത് പഠിപ്പിക്കുന്നതിന് ഒരു രീതിയുണ്ട്. നീ ഇപ്പോ ശശിയണ്ണന്റെ കയ്യിൽ നിന്ന് 1000 രൂപ കടം വാങ്ങിച്ചു, ലീല ചേച്ചിയുടെ കയ്യിൽ നിന്ന് 500 രൂപ കടം വാങ്ങിച്ചു. അപ്പൊ നീ പരിപാടി സ്ഥലത്ത് നിൽക്കുമ്പോ ശശിയണ്ണ ഒരിടത്ത്, ലീല ചേച്ചിയുടെ അടുത്ത്. നീ എന്ത് ചെയ്യും? അവരുടെ മുഖത്ത് നോക്കി നീ എങ്ങനെ കളിക്കും? എങ്ങനെ കളിക്കും ഞാൻ? കളിക്കുക. ചില്ല ചില്ല ചിൽ ശശിയണ്ണ ചില്ല ചില്ല ചിൽ ലീല ചേച്ചി ചില്ല ചില്ല ശശിയണ്ണ ചില്ല ചില്ല
ചേച്ചി ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ റിഹേഴ്സൽ നമുക്ക് അങ്ങോട്ട് നോക്കാം. പോണെങ്കിൽ പോട്ട് പോലും. ഇത് എന്തൊരു ജാടക്കാരി പെണ്ണ് ഇത്. നാളെ ആരും ചിഞ്ചിനെ കൊട്ടുകൂടാ, നിങ്ങൾ എടുത്തിട്ട് കൊട്ടുവാ രണ്ടും കൂടി. അയ്യോ, അപ്പൊ എന്നെ വിളിക്കണ്ടേ തിരിച്ച്? ആ അങ്ങനെ വിളിച്ചാൽ കൊട്ടിക്കോ. നെഞ്ചിലൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്റെ ഒക്കെ ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഇതെന്താണ്? നമ്മുടെ ചെണ്ട. ഇത് നമുക്ക് അന്നം തരുന്നതാണ്. ഇത് നമ്മുടെ ദൈവമാണ്. ഒരു സ്റ്റേജിൽ പോയാൽ ആദ്യം ചെയ്യേണ്ടത് തൊട്ട് തൊഴണം. എങ്ങനെ തൊട്ട് തൊഴും? ഇങ്ങനെ രണ്ട് കൈയും വെക്കണം. എന്നിട്ട് ഞാൻ നിന്റെയൊക്കെ അടുത്ത് സ്റ്റാർട്ട് എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഓക്കെ പറയുമ്പോഴേ നിങ്ങൾ തുടങ്ങാവുള്ളൂ. ഓക്കെ 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 ഓക്കെ. അറിയാതെ അടിച്ചു പോയി. ഒന്നുമില്ല. ഇതൊക്കെ നിങ്ങൾ കൊച്ചു പിള്ളേര്. നിങ്ങളൊക്കെ കൊച്ചു പിള്ളേര്. നിങ്ങളൊക്കെ ഇത് തൊട്ടാ ഞാൻ എങ്ങനെ എന്തോന്ന് പറയാ നിങ്ങളെ. ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങളെ കാര്യം പഠിക്കാൻ മതില്ല. ശരി, പിന്നെ നമുക്ക് പരിപാടിക്ക് നാളെ പോകേണ്ട റിഹേഴ്സലിന് സമയമായി. ഈ പെണ്ണ് നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങി പോയത് എനിക്ക് തീരെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ഇനി പരിപാടി സ്ഥലത്ത് ഏതെങ്കിലും പയ്യന്മാരെ കാണുമ്പോൾ ചിഞ്ചിലും കൊണ്ട് പോകുകയോ. എന്നെ പല പരിപാടി ആശാട്ടി ഇപ്പൊ ഈ പറഞ്ഞേ. നീ വിളിച്ചിട്ടാ, നീ ക്ഷണിച്ചിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അതെനിക്കറിയാം. ഈ തള്ള എന്ത് ഇന്നത്തെ പറയുന്നത്? തള്ളേ? ഞാൻ തള്ളേ? പരിപാടിക്ക് വിളിച്ച എവള് എന്നെ തള്ളേന്ന് വിളിക്കണ? ഒരു ചുളിവുണ്ടാടി എന്റെ മുഖത്ത്. 9,000 ചുളിവുണ്ട്. 9,000 ചുളിവെന്ന് ഇവള് പറയുന്നത്. 16,000 എന്നും ഇങ്ങനെ നടക്കാന്നാണ് നിങ്ങളുടെ വിചാരം? ഈ പെൺകൊച്ചിനെ ഒരു കണക്കിലാണ് ഞാൻ അപ്പുറത്തെ സമിതിയിൽ നിന്ന് അവളുമാരെ കൂടി തല്ലുപിടിച്ച് ഇവിടെ വിളിച്ചോണ്ട് എന്നിട്ട് അവളെ ചീത്ത വിളിച്ച് ഓടിക്കാൻ നടക്കണം. നീയൊക്കെ അപ്പം ജോയിന്റ് ആയിട്ട് എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ നോക്കണല്ലേ? പിന്നെ അത് ഞാൻ സമ്മതിക്കൂല. നമുക്ക് മറ്റേ സമിതി കളിക്കാടി. വാടി, വേറെ ട്രൂപ്പ് തുടങ്ങാം. ഞങ്ങൾ വേറെ സമിതി പോകും. അയ്യോ, അങ്ങനെ പോണ്ട. നിങ്ങൾ ഇനി വാ. നിങ്ങൾ വാ. അങ്ങനെയല്ല, എനിക്ക് കമ്മറ്റിക്കാരെയൊന്നും ഒറ്റയ്ക്ക് അടി വാങ്ങിച്ച ശീലമില്ല. അതുകൊണ്ട് നിങ്ങളും കൂടെ എന്റെ കൂടെ വേണം. തല്ലുകൊള്ളാനല്ല, നമുക്ക് ഈ പരിപാടി ഒന്ന് കൊഴിപ്പിക്കണ്ടേ? ഇങ്ങോട്ട് നോക്കിയേ. ഈ ശിങ്കാരി മേളവും ചെണ്ടമേളവും ഒക്കെ ഒരുപാട് കലാകാരികൾ ഓരോ സ്ഥലത്തും പോയി കൊട്ടുന്നതാ. നല്ല രീതിയിൽ റിഹേഴ്സൽ ചെയ്ത് അവിടെ പോയി കൊട്ടിയ ഒരു കമ്മിറ്റിക്കാരും അടിക്കത്തില്ല. നിനക്ക് വിശ്വാസമാണ്? എനിക്ക് വിശ്വാസമുണ്ട്. നിനക്ക് വിശ്വാസമുണ്ട്? അപ്പൊ എനിക്കും വിശ്വാസമുണ്ട്. നമുക്ക് എല്ലാവർക്കും വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് പ്രാക്ടീസ് തുടങ്ങിയാലോ? വേണം കൊട്ടാ ഷാട്ടി അങ്ങോട്ട്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.